പകത് വരുന്നിടത്ത് നിന്നാത്തി പറഞ്ഞാത്തി മൊത്തത്തിൽ തീ പകത് ഫുൾ തീ പരിപാടിയായിരുന്നു മിക്കവാറും. അതായത് നമ്മളൊരു മാസ സീൻ കണ്ടിട്ട് ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആ ഒരു സീനിന്റെ അവസാനം അതായത് ആവേശം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ തിയേറ്ററിൽ നിന്ന് ഒരു കോരിത്തെരിപ്പ് കിട്ടും. എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പിള്ളേരുടെ ഒരു പടമാണ്. മിക്കവാറും നല്ല ആർട്ട് വിളിച്ചാൽ തന്നെ സിനിമയിലുണ്ട് നല്ല രീതിയിൽ. ഇത് കോമഡി ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്ഷൻ. അതായത് നമ്മളൊരു മാസ സീൻ കണ്ടിട്ട് ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആ ഒരു സീനിൻ്റെ അവസാനം തന്നെ കോമഡി ആക്കുക എന്ന് പറയുമ്പോൾ അപ്പം നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു തരം കോമഡിയാണ് ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പാപ്പാടെ റീ എൻട്രി തന്നെ വേണമെങ്കിൽ പറയാം. നല്ലൊരു പടമാണ്. എല്ലാവരും കാരണം മസ്റ്റ് തിയേറ്റർ വാച്ചുകളാണ്. കാരണം തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര നഷ്ടം തന്നെയാണ്. ഈ പടത്തിൻ്റെ ബിജിഎമ്മായാലും മ്യൂസിക്കായാലും എല്ലാം കൊണ്ടും രോമാഞ്ചത്തിന് ശേഷം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സാധനമാണിത്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. വേറെ പറയാനൊന്നും അറിയില്ല. അതായത് ആവേശം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ തിയേറ്ററിൽ നിന്ന് ഒരു കോരിത്തെരിപ്പ് കിട്ടും. അതായത് മറ്റേ ഫാസിലെ പെർഫോമൻസ് എനിക്കിത് തോന്നിയപ്പോൾ ഒരു ഷമി തിലകനും മറ്റേ പണ്ടത്തെ ഒരു മല്ലയ്യ കഥാപാത്രമുണ്ട് മമ്മൂക്കയുടെ, അതും കൂടി തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ഒന്നിനൊന്ന് മെച്ചം. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ല ആ BGM ആ ഫൈറ്റും കൂടി വരുമ്പോൾ കോരിത്തെരിപ്പ് കിടിലം പടം. ആവേശം എങ്ങനെയുണ്ട് ചേച്ചി? ഫഹദിന്റെ ഒരു പെർഫോമൻസ് തകർത്തു. ആവേശമാണ്. ഇനി മൊത്തത്തിൽ ആവേശമാണ്. മ്യൂസിക് തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. തിയേറ്റർ വാച്ച് പടമാണ്. ആവേശം തകർത്തുണ്ട് പടം. മസ്റ്റ് വാച്ച്. അതെങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷം. എന്നാലും എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പടം കണ്ട് ഇറങ്ങിയല്ലോ, അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. എന്നാൽ പിന്നെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ. ആവേശം എന്തായാലും അടിപൊളി അയച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഫഹദിന്റെ വേറെ ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. എന്തായാലും കാണണം. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. നമ്മൾ സിനിമയുടെ പേര് പോലെ തന്നെ നമ്മൾ ഫുൾ ആവേശമാവും. നല്ല എനർജി ആയിരിക്കില്ല, വേറെ എനർജി ലെവല്. ഫഹദ് ഇതുവരെ ചെയ്തതിന് ഡിഫറൻസാ. വേറെ ലെവൽ പടം. എല്ലാവരും പോയി ക്യാമറ പിടിച്ചിട്ട് പടം പോയി കാണും. വേറെ ലെവൽ. സാധാരണ കാണുന്ന പോലെയല്ല, എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള വ്യത്യസ്തമായ അടിപൊളിയാണ്. നല്ല കിടിലം പടം. കുറേ നാളായിട്ടൊന്ന് ചിരിച്ച് സന്തോഷിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ്. എല്ലാവരും ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പിള്ളേരുടെ ഒരു പടമാണ്. എല്ലാവരും വന്ന് കാണണം. പകത് വരുന്നിടത്ത് നിന്നാത്തി പറഞ്ഞാത്തി മൊത്തത്തിൽ തീ പകത് ഫുൾ തീ പരിപാടിയായിരുന്നു. ആവേശം എന്തായാലും അടിപൊളി അയച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഫഹദിന്റെ വേറെ ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. എന്തായാലും കാണണം. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. ഓരോ പടത്തിലും ഓരോ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അടിപൊളി, നല്ല മേക്കിംഗ് ആണ്. ഓക്കെ. ഒരു സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഫുൾ പുള്ളി ഇങ്ങോട്ട് പോയിട്ടില്ല. പുള്ളി ഇവിടെ തന്നെ ഉണ്ടല്ലോ.